Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കിടിലൻ 4 മണി പലഹാരവുമായിട്ടാണ്. തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും ഈ വെള്ളപ്പയർ കൊണ്ട് എന്താണ് ഉണ്ടാക്കാന്ന്. ഞാനിവിടെ വടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഫറെന്റ് റെസിപ്പിയാണ് ഇത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് വെള്ളപ്പയറാണ്. ഇതിനെ ലോബിയ എന്നും പറയുന്നുണ്ട്, ബ്ലാക്ക് ഐഡ് ബീൻസ് എന്നും കിഡ്നി ബീൻസ് എന്നും വെള്ളപ്പയർ എന്നും ഒക്കെ ഇതിനെ പറയാറ്. ഇത് ഞാൻ നന്നായി കഴുകി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. പയറൊക്കെ സാധാരണ കുതിർത്തിയിട്ടല്ലേ നമ്മൾ എന്തും ഉണ്ടാക്കാറുള്ളൂ. ഇതിനെ നന്നായി കുതിർത്തി വെക്കണം. രാത്രി വെക്കലാണ് കൂടുതൽ നല്ലത്. ഓവർനൈറ്റ് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ വേണ്ട സമയത്ത് ഉണ്ടാക്കാലോ. അങ്ങനെ ഈ പയർ നന്നായി കുതിർന്ന് കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തെടുത്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിനെ മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പരിപ്പ് വടക്കൊക്കെ എങ്ങനെയാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കാറ് അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നുള്ളത്. ഇത് 2 ബാച്ചായിട്ട് വേണമെങ്കിൽ അങ്ങനെയായിട്ട് എടുക്കാം. ഞാൻ ആദ്യം ഒന്നിച്ചിട്ടിട്ട് അടിച്ചു നോക്കി, അത് ഗ്രൈൻഡ് ആവാത്ത പോലെ എനിക്ക് തോന്നി. എന്നിട്ട് ഞാനത് 2 ബാച്ചായിട്ടാണ് ഇതിനെ അഴിച്ചെടുക്കുന്നുള്ളത്. ഇതിലേക്ക് 2 കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ ഫുള്ളായിട്ട് നമ്മൾക്ക് ക്യുമിൻ സീഡ്സും ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം അതും കൂടി ഇട്ടിട്ടാണ് ഇതിനെ അരിച്ചെടുക്കുന്നുള്ളത്. ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ വേണമെങ്കിലും അങ്ങനെ ആക്കിയിട്ടും അരിച്ചെടുക്കാം. ഇത് ഞാൻ 2 ബാച്ചായിട്ട് അരിച്ചിട്ട് ഒന്നിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് നന്നായി അരയേണ്ട ആവശ്യമില്ല. നമ്മൾ വടക്കൊക്കെ എങ്ങനെയാണെന്ന് എടുക്കുക, അതിലേക്ക് വെള്ളമൊന്നും ചേർക്കാത്തതല്ലേ, അപ്പോൾ അരക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ 2 ബാച്ചായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് കൊറിയാണ്ടർ ലീവ്സും കറി ലീവ്സും ആണ്. ഇത് 2 ടേബിൾ സ്പൂണ് നമ്മളുടെ പത്തിരിപ്പൊടിയാണ്, റൈസ് പൗഡർ. അത് നല്ലൊരു ക്രിസ്പിനെസ് കൂട്ടാൻ ഇത് സഹായിക്കും. ഇത് ഇഞ്ചിയാണ്, 1 പീസ് ഇഞ്ചി നന്നായി ചെറുതായി അരിഞ്ഞെടുത്തത്. ഇത് 3 പച്ചമുളകാണ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾക്ക് എത്രയാണോ എരിവൊക്കെ ആവശ്യം അതിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ്. ഇതൊരു മീഡിയം സൈസ് ഓനിയനാണ്, സവാള, അതും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത്രയാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്തെടുത്ത് നന്നായി ഇതിനെ കുഴച്ചെടുക്കാനുണ്ട്. ഇത് അസഫോട്ടിഡ കായപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇതിലേക്ക് ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഞാൻ ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്തെടുക്കുന്നുള്ളത്. എന്നാലേ ഈ ഉപ്പും അസഫോട്ടിഡൊക്കെ ഇതിലേക്ക് നന്നായി മിക്സായി കിട്ടത്തുള്ളൂ. ഇതിലേക്ക് ആദ്യം ഞാൻ ഇഞ്ചി ഇട്ടെടുത്ത് പച്ചമുളകാണ് ഇതിട്ട് കൊടുക്കുന്നുള്ളത്. അതിനുശേഷം മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടെടുത്തു. പിന്നെ സവാള ഇട്ടെടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ. ഉണ്ടാക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്ക്. എന്തായാലും കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതിനൊരു ക്രിസ്പിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂണ് ഞാൻ ഇതിലേക്ക് റൈസ് പൗഡർ ഇട്ട് കൊടുക്കുന്നുള്ളത്. നൈസ് പത്തിരിയുടെ പൊടിയാണ് ഇത്. ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ആ സമയത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ആ സമയം കൊണ്ട് ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇത് വട ഉണ്ടാക്കിയെടുക്കാം. ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇതുപോലെ ഈ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അവരവർക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഇനി എണ്ണ ചൂടായൊന്ന് നോക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓരോന്നായി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള വട തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുള്ളത്. ഇതിൻ്റെ കൂടെ ചമ്മന്തിയും കഴിക്കാം. നല്ല ചൂട് ചായക്കൊപ്പം ഒരു വട ഉണ്ടെങ്കിൽ പിന്നൊന്നും വേണ്ട കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വടയാണ് ഇത്.
ഈ പയർ കൊണ്ട് ചിലപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കളൊന്നും അങ്ങനെ കഴിക്കണമെന്നൊന്നുമില്ല. എന്നാൽ ഇതുപോലെ ഈവനിങ് സ്നാക്കായി ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും ഒരുപോലെ കഴിച്ചോളും. കുട്ടികളായാലും മുതിർന്നവരായാലും നല്ലോണം കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമ്മളുടെ ചൂടുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഈവനിങ് സ്നാക്കായും ഒക്കെ കഴിക്കാവുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഈ വട. വീട്ടിൽ വെള്ളപ്പയർ ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കൂ. നമ്മളുടെ ഈ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കെച്ചപ്പിനോടൊപ്പമാണ് സെർവ് ചെയ്തിട്ടുള്ളത്. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കെച്ചപ്പിൻ്റെ കൂടെ എന്ത് കഴിക്കാനും. അപ്പോൾ അവർ ഇങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത്. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടിപൊളിയായിട്ടുള്ള ഈ പരിപ്പ് വട നിങ്ങൾ എന്തായാലും തയ്യാറാക്കിയിട്ട് നോക്ക്. പയറുവടയാണ്, അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നിങ്ങളും തയ്യാറാക്കിയിട്ട് നോക്കൂ. ഇതിൻ്റെ കൂടെ വേറൊരു റെസിപ്പി കൂടിയുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. സെയിൽ ചെയ്യാനും ബെസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഈ ഫില്ലിങ് നിറച്ച ബണ്ണ് എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ തയ്യാറാക്കിയിട്ട് നോക്ക്. എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുന്ന റെസിപ്പി ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് വെച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടും കഴിക്കാം. ഹെൽത്തിയായി സെയിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പി ഞാൻ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഇവിടെ. അതിലേക്ക് 3 കപ്പാണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളത്. വീറ്റ് ഫ്ലോറ് നമ്മൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ട് 3 കപ്പ് വീറ്റ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ചപ്പാത്തിപ്പൊടി, ഗോതമ്പ് പൊടി, ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടെടുത്തു. ഇത് ഷുഗറാണ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇത് 1 ടീസ്പൂൺ ഫുള്ളായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാതെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കൂലേ വെള്ളത്തിലായിട്ട്, അതുപോലെ ഒഴിച്ചെടുത്താലും മതി. ഇത് ഇൻസ്റ്റൻ്റ് ആയത് കാരണമാണ് ഞാൻ പൊടിയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിലേക്ക് ലൂക്ക് വാം വാട്ടറാണ് ഇത്, ഇളം ചൂടുവെള്ളം. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. എനിക്കിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഇത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും വേണ്ടി വന്നിട്ടുള്ളത്. 3 കപ്പ് ഗോതമ്പ് മാവിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഇത് മാവ് പൊങ്ങി വരുമ്പോൾ അവിടെ ഇവിടെയായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇത് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നുള്ളത്. 1 ടേബിൾ സ്പൂണ്. നമ്മളടുത്ത് ഏത് ഓയിലാണുള്ളത് അത് ഒഴിച്ചെടുത്താലും മതി. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. റാപ്പർ വെച്ചിട്ട് ഒന്ന് മൂടിക്കൊടുക്കാം. അത് പൊങ്ങി വരും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടിക്കൊടുക്കുന്നുള്ളത്. പ്ലേറ്റ് വെച്ച് മൂടിക്കൊടുത്താലും മതി. ഇതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 ഫില്ലിങ് തയ്യാറാക്കുന്നുണ്ട്. അതിന് ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഈ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ബൗളിലേക്ക്. ഇത് ഒരു നേന്ത്രപ്പഴമാണ്. ഇത് ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഞാൻ. ഈ നേന്ത്രപ്പഴവും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, കാർഡമം പൗഡർ. ഇതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നന്നായി വെന്ത് കിട്ടുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾക്ക് വേറൊരു ഫില്ലിങ്ങും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇത് 1 കപ്പ് തേങ്ങയാണ്. അതിലേക്കും വേണ്ടിയിട്ട് ഇത് ടൂട്ടി ഫ്രൂട്ടി നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇതിന് 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ആവശ്യത്തിന് മധുരവും ചേർത്ത് കൊടുക്കാം. ഷുഗറ് എത്രയാണ് നമ്മൾക്ക് ഷുഗർ വേണ്ടത് അതിനനുസരിച്ച് ഇട്ടെടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്കും 2 ടേബിൾ സ്പൂണാണ് ഷുഗർ ചേർത്തെടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് രണ്ടും കൂടി ഓരോ ഭാഗത്തേക്ക് മാറ്റി വെക്കാം. കണ്ടില്ലേ, എത്ര എളുപ്പത്തിലാണ് 2 ഫില്ലിങ്ങും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇതൊന്നും കയ്യിലില്ലെങ്കിലും തേങ്ങ മാത്രം ഉണ്ടെങ്കിലും അതിൽ മാത്രമായിട്ടും ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കണ്ടില്ലേ, നമ്മളുടെ മാവിയുടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡോ നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇതിനെ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട്
പരത്തിയെടുക്കുന്നുണ്ട്. ഇതിനെ 2 പോർഷനാക്കി മാറ്റിയെടുക്കുന്നുണ്ട് ആദ്യം. അതിന് ശേഷമാണ് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായി പരത്തിയെടുക്കുന്നുള്ളത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ അതുപോലെ തന്നെയാണ് പരത്തിയെടുക്കേണ്ടത്. ആദ്യം ഞാൻ ഗോതമ്പ് പൊടി ഇവിടെ വിതറി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നുള്ളത്. നന്നായി കനം കുറച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന ആ ലെവലിലാക്കി പരത്തണ്ട, കുറച്ച് കനം കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായി ഒരു ബണ്ണ് പോലെ ഇരിക്കേണ്ടതാണ്. അത് കാരണമാണ് ഇത്രയ്ക്കും തിക്ക് മതിയെന്ന് പറഞ്ഞത്. ഞാൻ ഇത് വെച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇത് ഒരു കണ്ടെയ്നറിൻ്റെ മൂടിയാണ്, നമ്മളുടെ ന്യൂട്ടെല്ലൊക്കെ ഉണ്ടാവില്ലേ ആ ടിന്നിൻ്റെയൊക്കെ മൂടിയാണ് ഇത്. ഇത് വെച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ഇല്ലെങ്കിൽ ഗ്ലാസ് നമ്മളുടെ കയ്യിലൊന്നും ഉണ്ടാവുമല്ലോ, അത് വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഇതെല്ലാം ഇതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കുന്ന കപ്പൊക്കെ ആണെങ്കിലും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റി, എത്രയും കഴിച്ചാൽ മതി വരാത്തൊരു ബണ്ണാണിത്. ഇതിൻ്റെ ഒരു പോർഷൻ ഞാൻ എടുത്തിട്ട് അതിലേക്ക് ബനാനാൻ്റെ ഫില്ലിങ്സ് ആണ് ആദ്യം ഞാൻ വെച്ചുകൊടുക്കുന്നുള്ളത്. അതിൻ്റെ സൈഡിലേക്ക് ആയിട്ട് ഞാൻ വെള്ളമാണ് ഇത് ഇങ്ങനെ തടവി കൊടുക്കുന്നുള്ളത്. അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളത്. വെള്ളം ഇല്ലെങ്കിൽ നമ്മൾക്ക് മൈദ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കൂല, നമ്മൾ ഒട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താലും മൈദേൻ്റെ പേസ്റ്റാക്കി ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ ഇതുപോലെയാക്കി നമ്മൾ ഇറച്ചിപ്പത്തിരിക്കൊക്കെ മടക്കൂലേ അതുപോലെയാക്കി നമ്മൾക്കിങ്ങനെ മടക്കിയെടുക്കാം. എന്നിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും വേറൊന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ആ മാവിനെ തന്നെ അതിനെ ഒന്നും കൂടി ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി അത് വലുതായി കിട്ടുന്നുണ്ട്. അതുപോലെ കുറച്ച് തിക്നെസ് കുറഞ്ഞിട്ടാണ് കിട്ടുന്നുള്ളത്, കട്ടി കുറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് മറ്റേ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട കോക്കനട്ടിൻ്റെ ബണ്ണിൻ്റെ ഫില്ലിങ്സ് ഇല്ലേ അതുകൂടി നമ്മൾക്ക് അതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇതിനെ ഈ ഫില്ലിങ്സ് ഇതുപോലെയാക്കി നിറച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്സ് നിറക്കുമ്പോൾ കൂടുതലായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് പുറത്തൊന്നും ആവാതിരിക്കണം, ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇതിനു വേണ്ടി നന്നായി ഇത് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഇത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് ഓപ്പണായി പൊട്ടിപ്പോകും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്തിട്ടൊന്നും എടുക്കുന്നതൊന്നുമല്ല, സാധാരണ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഞാൻ. ഇത് എല്ലാ സൈഡിലും ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു പാൻ വെച്ചിട്ട് ഈ ഇരുമ്പിൻ്റെ ചീൻചട്ടിയാണ് ഞാൻ ഇവിടെ വെച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് ഈ മണ്ണിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ അകത്തൊന്നും വേവാതെ പുറത്ത് മാത്രം മൊരിഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നുള്ളത്, ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. എല്ലാ ബണ്ണും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മളുടെ ബണ്ണൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റിയും എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ബണ്ണും കൂടിയാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവരുടെയും വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അല്ലേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. ഞാനിത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എത്രയ്ക്ക് സോഫ്റ്റ് ഉണ്ടെന്നും ഇതിൻ്റെ അകത്ത് എങ്ങനെയുണ്ടെന്നും ഒന്ന് നോക്കിക്കോളൂ. ഒട്ടും എണ്ണ കുടിക്കത്തൊന്നുമില്ല. എന്നും പറയുന്നത് പോലെ ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.